നമസ്കാരം. ഇത് ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ മുഴുവൻ പറയിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ഒന്നും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വിവാദ പുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തൃശ്ശൂർ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാനായി അവിടെ എത്തി. അപ്പോൾ ഈ വോട്ട് ചെയ്യാനായി എത്തിയത് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവിനാണ്, ഒരു കൗൺസിലർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തനിക്കെതിരായി നിരവധി കേസുകൾ ഉള്ള സാഹചര്യത്തിൽ പോലും തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് നമ്മുടെ പാലക്കാടേക്ക് എത്തുന്നത്. ആ നേതാവിൻ്റെ പേര് പ്രശോഭ് സി വത്സൻ എന്നാണ്. എന്താണ് പ്രശോഭ് സി വത്സനോട് ഇത്ര അദമ്യമായ ഇഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിലിന്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രമല്ല ഷാഫി പറമ്പിലിനും വലിയ താല്പര്യമുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ നിലവിലൊരു കൗൺസിലറാണ് ഈ പ്രശോഭ് സി വത്സൻ. എന്നാൽ അതിനും അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാത പിന്തുടരുന്ന വത്സല ശിഷ്യനാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രശോഭ് സി വത്സനെതിരായിട്ട് അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ പരാതി ഉയർന്നു വരുന്നുണ്ട്, ഒരു യുവതിയുടെ പരാതി ഉയർന്നു വരുന്നുണ്ട്. ആ യുവതിയുടെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കേട്ട് കാണും. ഈ പറയുന്ന ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് പലയിടങ്ങളിൽ വെച്ച് പല തവണയായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നത്. ഇപ്പം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമൊക്കെ ഈ യുവതി പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്ന ഈ ഒരു നേതാവ് പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളോട് മോശമായി പെരുമാറിയ സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയാനായിട്ട് പ്രശോഭനെ കാണാനായിട്ട് ചെല്ലുന്നു. ആ സമയത്ത് ഈ കുട്ടി ഉണ്ടായിരുന്ന മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ആ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന രീതിയിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്തു. ബന്ധമുണ്ടാക്കുകയല്ല, ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. പിന്നീട് ഒരിക്കൽ എവിടെയോ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിനുള്ളിലേക്ക് വെച്ച് അവിടെയും ഈ കുട്ടീനെ ഈ പ്രശോഭ് പീഡിപ്പിച്ചു എന്നുള്ള പരാതി വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഹോട്ടൽ മുറികൾ, അങ്ങനെ വീട് തുടങ്ങി അങ്ങനെ എവിടെയൊക്കെ വെച്ചിട്ട് ആ കുട്ടീനെ ഇദ്ദേഹത്തിന് പല ഘട്ടങ്ങളായി പീഡിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവിടുന്ന് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ യുവതി പുറത്തേക്ക് വിടുന്ന വിശദമായ വിവരങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സിനുള്ളിൽ ഇങ്ങനെയുള്ളവരാണോ ശരിക്കും ഉള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനിയായ ഒരു നേതാവാണ്. രണ്ടാമതായി ഉള്ളതെന്ന് പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന വലിയ ശക്തനായ മറ്റൊരു നേതാവാണ്. മൂന്നാമത് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എം വിൻസെൻ്റ് എന്ന് പറയുന്ന കോവളത്തിപ്പം മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു നേതാവാണ്. നാലാമതായി അവരുടെ പക്കലുള്ളത് ഇവിടെ LDF-ൽ നിന്നും റിട്ടയറായി പോയ ഒരു PK ശശിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അതിന് മുൻപ് ഉണ്ട് നിരവധി കഥകൾ, ഇതിന് മുൻപുമുണ്ട്. രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ നിലമ്പൂരിലുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെൻറ്റും ഒക്കെ തൻ്റെ മുന്നിലെത്തിയ, അല്ലെങ്കിൽ താൻ പീഡിപ്പിച്ച യുവതികളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിക്കുകയും ദേഹോപദ്രവം കാര്യമായി ഏൽപ്പിക്കുകയും കൊലപ്പെടുത്താനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ പുതിയതായി ലിസ്റ്റിലേക്ക് കടന്നു കയറി വന്ന അഞ്ചാമനായ വ്യക്തിയായ പ്രശോഭ്, അതോടൊപ്പം തന്നെ ഒന്നാമനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ സാഹചര്യത്തിൽ ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ നൽകുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ആ ഗുളികകൾ നൽകി ആ കുട്ടീനെ ഇങ്ങനെ ചെയ്യുക, അത് തന്നെ. അപ്പോൾ നമ്മൾ ആലോചിച്ച്, ഗുരുവും ശിഷ്യനും ഏറെക്കുറെ ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ന് പറയേണ്ടി വരും. അപ്പം അതായത് ഈ ഗുരു എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹവും ഇതുപോലെ തന്നെയായിരുന്നല്ലോ, സ്ത്രീകളുമായി കൂട്ടുകൂടുക. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി വേറൊന്നാണ്. അതായത് കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബ ബന്ധം അല്പസ്വല്പം ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് ഒരു രക്ഷകനെ പോലെ, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററെ പോലെ കടന്നു ചെല്ലുക. എന്നിട്ട് ആ മീഡിയേറ്റർ ലെവലിൽ നിന്നുകൊണ്ട് ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ കുറ്റം പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഭർത്താവിനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിക്കുക. എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ കടന്നു കയറിക്കൊണ്ടുള്ള ഒരു തരം കോംപ്രമൈസിങ്, ഒരു മീഡിയേഷനൊക്കെ ആയിരുന്നു ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു മോഡസ് ഓപ്പറാൻഡി സ്വീകരിക്കുകയും പിന്നീട് ഈ യുവതിയുമായി, ഏത് യുവതിയുമായിട്ടാണോ അദ്ദേഹത്തിന് അടുപ്പം കൂടുന്നത് ആ യുവതിയുമായി പലയിടങ്ങളിലേക്ക് ഇറങ്ങി നടക്കുക, ആ യുവതിയെ പീഡിപ്പിക്കുക. തന്നെയുമല്ല അവരിൽ നിന്ന് വസൂലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടോ ചെരുപ്പായിട്ടോ ചീപ്പായിട്ടോ അല്ലെങ്കിൽ സൺസ്ക്രീനായിട്ടോ ഒക്കെ സ്വീകരിക്കുക. പിന്നെ മേക്കപ്പ് ഐറ്റം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിട്ട് സ്വീകരിക്കുക. ഇങ്ങനെ സ്വീകരിച്ചതിന് ശേഷം
പിന്നെ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിക്കുക. എനിക്ക് തോന്നുന്നു പിന്നെ നമുക്കറിയാവുന്ന പോലെ ചില സിനിമകളിലൊക്കെ ഇത്തരം സീനുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്തിടയിൽ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതിന് സമാനമായ ചില ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുക തുടങ്ങിയ കലാമൂല്യമുള്ള പരിപാടികളാണ് പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഗുരുസ്ഥാനീയനായ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് അനുബന്ധിച്ച് ചുവട് പിടിച്ചു നിൽക്കുന്ന സമീപനം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ചെറുപ്പക്കാരനും പ്രക്ഷോഭം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കാണിച്ചു കൂട്ടുന്നത്. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീപീഡകന്മാരുടെ എണ്ണത്തിൽ ഇങ്ങനെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാവുന്നത് ചർച്ചാ വിഷയമായ കുറച്ച് കേസുകളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഈ പ്രക്ഷോഭന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമായ ആരോപണങ്ങൾ മാത്രമാണ്. അല്ലാതെ ചർച്ചാ വിഷയം ദീർഘകാലമായി ചർച്ചാ വിഷയമാകാത്ത, നമുക്കറിയാവുന്ന പോലെ സ്വന്തം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടമ്മയെ കൊന്ന് കുഴിച്ചിട്ട ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ നമ്മുടെ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ പേര് സത്യം പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ട് അത് മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ പലരും ആ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. രാധയുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളും അങ്ങനെ അനവധി കേസുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഈ പെൺകുട്ടി പരാതിപ്പെടും, അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഷാഫി പറമ്പിലുമായി നല്ല അടുത്ത ബന്ധമാണുള്ളത്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്, അതായത് MLA MP തുടങ്ങിയ അധികാര സ്ഥാനത്തിരിക്കുന്നവരുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്, അതുകൊണ്ട് നീ എത്ര പരാതി എങ്ങനെയൊക്കെ കൊടുത്തിരുന്നാലും ശരി അതൊന്നും അങ്ങോട്ട് ശരിയായ രീതിയിലേക്ക് പോവുകയില്ല എന്ന് ഈ പെൺകുട്ടിയോട് ഭീഷണിയുടെ സ്വരത്തിൽ ഈ പ്രക്ഷോഭ് പറയുമായിരുന്നു എന്നാണ് ആ കുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത്. എന്ന് വെച്ചാൽ താൻ അത്രത്തോളം പിടിപാടുള്ള ഒരാളാണ്, തന്നെ പൂട്ടാൻ, ഞാനൊരു കോൺഗ്രസ് നേതാവാണ്, തന്നെ പൂട്ടാനായിട്ട് ഈ പെൺകുട്ടി വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പം ഈ പഠനാവശ്യത്തിന് എന്തോ ആയിട്ടാണ് ഈ പെൺകുട്ടി പാലക്കാടേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ കൗൺസിലറായി ഇദ്ദേഹം ഈ രീതിയിലൊക്കെ പെരുമാറിയെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു ജീർണതയുടെ മുഖമാണ് നമ്മൾ കാണേണ്ടത്. ഇതല്ലാതെ ഇപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ UDFകാർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെല്ലാം കൂടി ഇങ്ങനെ സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ്സിലെ നല്ല യുവ നേതാക്കന്മാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒരു ആരോപണം ഇതിൻ്റെ പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു നേതാവിനെതിരെ സ്ത്രീപീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുക? പ്രക്ഷോഭിനെ പോലെയുള്ളൊരു നേതാവിനെതിരെ സ്ത്രീപീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ സാധിക്കും? അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി, വിൻസെൻ്റ് ഈ തുടങ്ങിയ നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ ഒരു സ്ത്രീപീഡന ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് CPM ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ഇവർക്കെതിരെ ഉന്നയിക്കുന്നതുകൊണ്ടുണ്ടാകുന്നില്ല. ഇവർ ഈ പറയുന്ന തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ദൂഷ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. ഇതിൽ രസകരമായൊരു കാര്യം, ഈ രണ്ട് നേതാക്കന്മാർക്കും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രക്ഷോഭിനും ഈ പറയുന്ന ഷാഫി പറമ്പിലുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഷാഫി പറമ്പിലും ഇവർ ഒരുമിച്ചൊരു കാറിൽ, ഈ പ്രക്ഷോഭവുമായിട്ട് ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അടക്കമുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷാഫി പറമ്പിൽ എന്തിൻ്റെ കേടാണെന്നുള്ളതാണ്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സമീപനമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് കാണുമ്പോഴാണോ ഇത് കേൾക്കുമ്പോഴാണോ അദ്ദേഹത്തിന് ഇത്ര സന്തോഷം തോന്നുന്നത് എന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ഇതൊരു തെറ്റായ സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ്. പറ്റിയാൽ ഈ പറയുന്ന പ്രക്ഷോഭിൻ്റെ ഇപ്പോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലർ പദവി പോലും നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.